കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് മാരത്തൺ ചർച്ചകൾ നടന്നത്. നിലവിലെ 5 തർക്ക സീറ്റുകൾക്ക് പുറമെ 4 സീറ്റുകളിൽ കൂടി തർക്കം നിലനിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും അടൂർ പ്രകാശും കെ ബാബുവും മാറി നിൽക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം ഉമ്മൻചാണ്ടി തള്ളി. ഇതിനിടെ താനും മത്സരരംഗത്ത് നിന്ന് പിന്മാറുമെന്നും ഉമ്മൻചാണ്ടി ഭീഷണി മുഴക്കി. പട്ടിക 2 ഘട്ടമായി പുറത്തിറക്കിയേക്കാനാണ് സൂചന. സോണിയാഗാന്ധിയുമായി നേതാക്കൾ അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങൾ സന്തോഷ് സർലിംഗ് നൽകും. സന്തോഷ്, അല്പസമയത്തിനകം നേതാക്കളുമായി വെവ്വേറെ ആയിരിക്കുമോ അതോ സംയുക്തമായുള്ള കൂടിക്കാഴ്ച ആകുമോ ഉണ്ടാവുക? എന്തായിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ തന്നെ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നിപ്പോൾ അന്തിമ തീരുമാനത്തിലേക്ക് സോണിയാഗാന്ധി 10 ജനപഥത്തിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും ഒരുപക്ഷെ സമവായമായി ഈ 4 തർക്ക സീറ്റുകളിലടക്കം രൂപപ്പെടുക? പ്രജീഷ്, ഏറ്റവും നിർണായകമായ ചർച്ചയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം കടക്കുന്നത്. അല്പസമയത്തിനകം സോണിയാഗാന്ധിയുടെ വസതിയിൽ രമേശ് ചെന്നിത്തല, BM സുധീരൻ, ഉമ്മൻചാണ്ടി എന്നിവരെത്തും. 3 നേതാക്കളെയും ഒരുമിച്ചാണ് സോണിയാഗാന്ധി കാണുക. ഇന്നലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സോണിയാഗാന്ധി കേരള നേതാക്കളോട് പ്രശ്നപരിഹാരത്തിന് ഒത്തുതീർപ്പ് നടത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കമാൻഡ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകുന്നില്ല. പകരം കേരള നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ ചർച്ച സമവായത്തിൽ എത്തട്ടെ എന്നാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി അടിയന്തര സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. പക്ഷേ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലെ പഴയ അവസ്ഥ തന്നെ, നിലപാടുകളിൽ മാറ്റമില്ല. 5 സിറ്റിംഗ് സീറ്റുകളിലാണ് തർക്കം. 1 തൃപ്പൂണിത്തുറയിൽ കെ ബാബു, ഇരിക്കൂറിൽ KC ജോസഫ്, കോന്നിയിൽ അടൂർ പ്രകാശ്, തൃക്കാക്കരയിൽ ബെന്നി ബെഹനാൻ, കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ. ഈ 5 പേരെ മത്സരിപ്പിക്കരുത് എന്ന് തന്നെയാണ് VM സുധീരന്റെ നിലപാട്. എന്നാൽ ഈ 5 പേരെയും ഒഴിവാക്കിയാൽ പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് താൻ ഉണ്ടാവില്ല എന്നാണ് ഉമ്മൻചാണ്ടി കടുത്ത നിലയിലുള്ള പ്രതിഷേധവും പ്രതിരോധവും ഉയർത്തുന്നത്. ഇതിനിടയിൽ AICCയുടെ തന്നെ ചില നേതാക്കൾ ഇതിൽ 2 പേരെങ്കിലും മാറി നിൽക്കട്ടെ എന്നൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് നിരന്തരം മത്സരിക്കുന്നവർ മാറി നിൽക്കണം എന്ന ആവശ്യം ഇപ്പോൾ വേണ്ടതില്ല. പകരം നിരന്തരം ആരോപണ വിധേയരായവരെങ്കിലും മാറി നിൽക്കണം. അങ്ങനെ നോക്കുമ്പോൾ അടൂർ പ്രകാശ്, കെ ബാബു എന്നിവർ ആരോപണ വിധേയരാകുന്നുണ്ട്. അവർ ഇരുവരും മാറി നിൽക്കട്ടെ എന്ന തരത്തിലുള്ള ഒരു സമവായ ശ്രമങ്ങളൊക്കെ AICCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഉമ്മൻചാണ്ടി തന്നെ തള്ളിക്കളഞ്ഞു. അങ്ങനെ മാറ്റാനാവുകയില്ല. അത് മൊത്തം സീറ്റുകളുടെ വിജയസാധ്യത ബാധിക്കുമെന്നാണ് അറിയിച്ചത്. ഇത്തരത്തിലൊരു സംഘർഷ പശ്ചാത്തലത്തിലാണ് സോണിയാഗാന്ധിയുമായി 3 നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുക. ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ ഒരു സമവായം ഉണ്ടായില്ലെങ്കിൽ പിന്നെ അന്തിമ തീരുമാനം സോണിയാഗാന്ധിക്ക് തന്നെ വിടും. സോണിയാഗാന്ധി അതിനുശേഷം പിന്നീട് നാളെയോ മറ്റന്നാളോ ഒരു സമവായം എന്ന നിലയിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഈ 5 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളുടെ കൃത്യമായ പേര് അവർ തന്നെ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കുകയായിരിക്കും ചെയ്യുക. നേതാക്കളുമായുള്ള ചർച്ചകൾ ഇന്നത്തോടുകൂടി സമാപിപ്പിക്കാനാണ് സാധ്യത. ഇതോടൊപ്പം മറ്റു ചില രാഷ്ട്രീയ തർക്കങ്ങളും 4 മണ്ഡലങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. പുതുക്കാട്, വടക്കാഞ്ചേരി, ചാത്തന്നൂർ, കൊല്ലം മണ്ഡലങ്ങളിലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. ഇതിലും ഒരു പാനൽ ഉണ്ടാക്കി ഹൈക്കമാൻഡിന് സമർപ്പിക്കാനാണ് കേരള നേതാക്കളുടെ ശ്രമം. സന്തോഷ, ഒരുപക്ഷെ ബലി കൊടുക്കേണ്ടി വരിക ആരുടെ ഒക്കെ പേരുകളായിരിക്കും ഉമ്മൻചാണ്ടിക്ക്? ഉമ്മൻചാണ്ടി പക്ഷത്തു നിന്നും അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിന്റെ പക്ഷത്തു നിന്നും ബലി കൊടുക്കേണ്ടി വരും? ആരെങ്കിലും പുറത്തേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതോ ഈ പറയുന്ന പ്രായോഗിക രാഷ്ട്രീയം മുൻനിർത്തി ഉമ്മൻചാണ്ടി മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾക്ക് അംഗീകാരം എന്ന നിലയിലേക്ക് തൽക്കാലം ഇങ്ങനെ പോകട്ടെ എന്ന നിലയിലേക്കായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഹൈക്കമാൻഡ് എത്താനുള്ള സാധ്യതകൾ? കഴിഞ്ഞ 5 ദിവസങ്ങളിലെ ചർച്ചകളൊക്കെ നൽകുന്ന സൂചനകൾ എന്തായാലും ഒരു മാറ്റവുമില്ലാതെ പിടിച്ച പിടിയാൽ 2 നേതാക്കന്മാരും നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി വരും നിമിഷങ്ങളിൽ കാണേണ്ടത്? പ്രജീഷ്, ഏറ്റവും നിർണായകമായൊരു ചോദ്യമാണത്. നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കെ ബാബു തൃപ്പൂണിത്തുറയിലും, KC ജോസഫ്, പിന്നെ അടൂർ പ്രകാശ് തൃക്കാക്കരയിൽ, ബെന്നി ബെഹനാൻ, കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ, ഇതിൽ 3 മന്ത്രിമാർ. ഇവരുടെ കാര്യത്തിലാണ് കനത്ത തർക്കം ഉള്ളത്. ഇതിൽ KC ജോസഫിന്റെ കാര്യത്തിൽ എ ഗ്രൂപ്പ് തന്നെ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം KC ജോസഫ് നേരിടുന്നില്ല. പക്ഷെ തുടർച്ചയായി മത്സരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡ് തന്നെ പറയുന്നു തുടർച്ചയായി മത്സരിക്കുന്നവരെ ഒഴിവാക്കേണ്ടതില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പിന്നെയുള്ളത് ആരോപണ വിധേയരുടെ കാര്യത്തിലാണ്. ആരോപണ വിധേയർ കെ ബാബുവും അടൂർ പ്രകാശുമാണ്. അതിൽ കെ ബാബു എ ഗ്രൂപ്പും അടൂർ പ്രകാശ് ഐ ഗ്രൂപ്പുമാണ്. അങ്ങനെയെങ്കിൽ 2 ഗ്രൂപ്പുകൾക്കും ഓരോരുത്തരെ വീതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രശ്നപരിഹാരം, അങ്ങനെയുള്ള ശ്രമമാണ് ഇപ്പോൾ നോക്കുന്നത്. അങ്ങനെയെങ്കിൽ ബെന്നി ബെഹനാനെയും ഡൊമിനിക് പ്രസന്റേഷനെയും
KC ജോസഫിനെയും രക്ഷിച്ചെടുക്കാൻ കഴിയും. പകരം കെ ബാബുവിനും അടൂർ പ്രകാശിനും സ്ഥാനം നഷ്ടപ്പെടുത്തുക. പക്ഷേ ഇത് ഉമ്മൻചാണ്ടി ഒരു തരത്തിലും അംഗീകരിക്കില്ല. അങ്ങനെ ഇവരെ ഒഴിവാക്കുകയാണെങ്കിൽ പോലും അത് ഉമ്മൻചാണ്ടിയുടെ കടുത്ത എതിർപ്പ് നേരിട്ടുകൊണ്ട് മാത്രമേ അത് ചെയ്യാനാവുകയുള്ളൂ. കടുത്ത എതിർപ്പെന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി ഈ പറയുന്ന പോലെ കഴിഞ്ഞ 5 ദിവസവും പലതവണ രാജിഭീഷണി, തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന ഭീഷണി, അങ്ങനെ പലതരത്തിലുള്ള ഭീഷണികൾ മുഴക്കിക്കൊണ്ട് ഹൈക്കമാൻഡിന്റെ നടപടികളെയും VM സുധീരന്റെ തന്ത്രങ്ങളെയും പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ പിണക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിനും പ്രശ്നമുണ്ട്. ആ സാഹചര്യത്തിൽ നേരത്തെ പ്രജീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാവരും മത്സരിക്കട്ടെ, പിന്നീട് കാര്യങ്ങൾ പരിശോധിക്കാവുന്ന ഹൈക്കമാൻഡ് പതിവ് രീതി അവലംബിക്കുമോ എന്നാണ് ഇനി നോക്കേണ്ടത്. എങ്കിൽ VM സുധീരന് അത് വലിയൊരു വീഴ്ചയായിരിക്കും. ശ്രദ്ധ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ മുഴുവൻ 10 ജൻപത്തിലേക്ക്, സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. അഴിയാക്കുരുക്കായി സ്ഥാനാർത്ഥി നിർണയം മാറുന്ന ഒരു സാഹചര്യം. ഇരു നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയും സുധീരനും നേർക്കുനേർ വിട്ടുവീഴ്ചയില്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം. അന്തിമ നിലപാടുകൾ ഹൈക്കമാൻഡ് സോണിയാഗാന്ധി തന്നെ തീരുമാനിക്കും എന്നാണ് അറിയുന്ന വിവരം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം സോണിയാഗാന്ധി തന്നെ കൈക്കൊള്ളുമെന്ന് രമേശ് ചെന്നിത്തലയും ആവർത്തിച്ചു. വൈകിട്ട് 7:30 അല്പസമയത്തിനകം സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. തീരുമാനങ്ങളായിട്ടില്ല. വൈകുന്നേരം 7:30 സോണിയാജിയുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് ഉണ്ടാകും. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒന്നും ശരിയല്ല. എല്ലാ തീരുമാനങ്ങളും 7:30 സോണിയാജിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ TN പ്രതാപൻ കയ്പമംഗലത്ത് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്ത് പുറത്തായി. കയ്പമംഗലത്ത് ഏറ്റവും വിജയസാധ്യതയുള്ളത് തനിക്ക് ആണെന്ന് പ്രതാപൻ കോൺഗ്രസ് ഉപാധ്യക്ഷനെ അറിയിച്ചു. രാഹുൽ ഗാന്ധി തന്നെ ഈ കത്ത് തെരഞ്ഞെടുപ്പ് സമിതിയിൽ വായിച്ചു. എന്നാൽ കത്ത് അയച്ചിട്ടില്ലെന്ന് പ്രതാപൻ പ്രതികരിച്ചു. പ്രതാപന്റെ ആദർശ പൊയ്മുഖം അഴിഞ്ഞു വീണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. മത്സരിക്കാനില്ലെന്നും സംഘടനാ പ്രവർത്തനം നടത്താനാണ് താൽപര്യമെന്നും പ്രഖ്യാപിച്ച് കയ്യടി നേടിയ TN പ്രതാപൻ തൃശൂരിലെ കയ്പമംഗലത്ത് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ പ്രതാപൻ അയച്ച ഡിജിറ്റൽ കത്ത് തെരഞ്ഞെടുപ്പ് സമിതിയിൽ വായിച്ചു. പിന്നീട് സീറ്റ് നൽകാൻ അനുവാദം നൽകുകയും ചെയ്തു. കയ്പമംഗലത്ത് ഏറ്റവും വിജയസാധ്യത ഉള്ളത് തനിക്കാണെന്നും മുസ്ലിം വോട്ടർമാരുടെ പിന്തുണയുണ്ടെന്നും അറിയിച്ചാണ് TN പ്രതാപൻ കത്തയച്ചത്. എന്നാൽ കത്ത് പുറത്തുവിട്ടത് രാഷ്ട്രീയ എതിരാളികളാണെന്ന വ്യാഖ്യാനമാണ് പ്രതാപൻ നടത്തിയത്. ഞാൻ ഒരു തരത്തിലും അത്തരത്തിൽ ഒരു കത്ത് അയച്ചിട്ടുമില്ല. 100% അടിസ്ഥാനരഹിതമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ, ആ നല്ല സുഹൃത്തുക്കളുടെ ഒരു സ്ക്രീൻ പ്ലേ ആയി അതിനെ കണ്ടാൽ മതി. അതേസമയം പ്രതാപനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. TN പ്രതാപന്റെ ആദർശ പൊയ്മുഖം അഴിഞ്ഞു വീണുവെന്ന് ഡീൻ കുര്യാക്കോസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന് പറഞ്ഞ പ്രതാപൻ KSU ജില്ലാ പ്രസിഡന്റിന്റെ അവസരം തട്ടിയെടുത്തെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തനിക്ക് ഉറപ്പ് ലഭിച്ചിരുന്ന സീറ്റാണ് പ്രതാപന്റെ നീക്കത്തിലൂടെ നഷ്ടമായതെന്ന് ശോഭാ സുബിൻ പറഞ്ഞു. തുടക്കത്തിൽ ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരുണ്ടായിരുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ടായിരുന്നു. കാരണം തൃപ്രയാർ ഡിവിഷൻ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തിൽ 6500ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായിരുന്ന LDFന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് കയ്പമംഗലം നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന 2 പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുന്ന സ്ഥലത്താണ്. ആ തീരുമാനത്തിൽ നിന്നാണ് കയ്പമംഗലം നിയോജകമണ്ഡലത്തിലേക്ക് മത്സരിക്കണം എന്ന് പറയുന്ന നിർദ്ദേശം പാർട്ടി തരാൻ തയ്യാറായതും ഞാൻ മാനസികമായിട്ട് അതിന് തയ്യാറായതും. എന്നാൽ KSU പ്രസിഡന്റിന് ഇനിയും അവസരമുണ്ടല്ലോ എന്നായിരുന്നു പ്രതാപന്റെ മറുപടി. കൊടുങ്ങല്ലൂരിൽ പരാജയ സൂചന മുന്നിൽ കണ്ടാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നതായി TN പ്രതാപൻ പ്രഖ്യാപിച്ചത്. സിറ്റിംഗ് MLA ആയ VS സുനിൽകുമാർ കയ്പമംഗലത്ത് നിന്ന് മാറുന്നതായി അറിഞ്ഞതോടെയാണ് ആദർശം പറഞ്ഞ പ്രതാപൻ സീറ്റ് ഉറപ്പിക്കാൻ രഹസ്യ കരുക്കൾ നീക്കിയത്. പ്രതാപന്റെ ആദർശമുഖം പുകഴ്ത്തിയ VM സുധീരനുള്ള കനത്ത തിരിച്ചടിയുമായി ഈ രഹസ്യ നീക്കം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് TN പ്രതാപൻ. കത്ത് താൻ അയച്ചതല്ലെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും TN പ്രതാപൻ പ്രതികരിച്ചു. കത്ത് എന്ന വിവാദത്തിന് പുറകിൽ ആരുടെയെങ്കിലും ഗൂഢാലോചന ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല. കാരണം ഞാൻ അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ, ചില തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ മുഖം നോക്കാതെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. ഞാൻ നിയമസഭയിൽ വരുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകൾ അകത്തും പുറത്തും ഉണ്ടാകാനിടയുണ്ട്. സ്വാഭാവികമായും അവർക്ക് എന്നെ ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് ഇത്തരമൊരു വിവാദമുണ്ടായ എന്നെപ്പോലുള്ള ആളുകളുടെ സ്വഭാവം അവർക്കറിയാം. അവരുടെ ഒരു ബുദ്ധിപരമായ ഒരു പ്ലാനിങ് ഈ കത്തിൻ്റെ പുറകിലുണ്ടാകാൻ സാധ്യത.
TN പ്രതാപൻ കയ്പമംഗലത്ത് മത്സരിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തുടങ്ങിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്ത്. കയ്പമംഗലം പ്രവാസികളുടെ ദുബായിൽ നടന്ന യോഗത്തിൽ പ്രതാപൻ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. UAE KMCC കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിലാണ് പ്രതാപൻ പങ്കെടുത്തത്. ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് മുൻപ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC അധ്യക്ഷൻ VM സുധീരനും ദില്ലിയിലെ കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നു. വിശദാംശങ്ങൾ സന്തോഷ് സർലിംഗ് നൽകും. സന്തോഷ്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത രണ്ട് നേതാക്കളാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുന്നോടിയായിട്ടുള്ള കൂടിക്കാഴ്ച എന്തായിരിക്കും ഒരു പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ ഒരു ആശയവിനിമയത്തിലെ അതിൽ നിന്ന് ഒരു പക്ഷേ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങൾ കടക്കുന്നത്. ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ കടുത്ത നിർദ്ദേശം ഇരു വിഭാഗങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. AK ആന്റണി അല്പസമയം മുമ്പ് ഈ നേതാക്കളുമായി ആശയവിനിമയം നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തല AK ആന്റണിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. അതിനുശേഷമാണ് കേരള ഹൗസിൽ നിർണായക ചർച്ചകൾക്ക് കളമൊരുങ്ങിയത്. കൊച്ചിൻ ഹൗസിൽ താമസിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുറിയിലേക്ക് ആദ്യം രമേശ് ചെന്നിത്തല എത്തി. ഏകദേശം 10 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു. അതിനുശേഷം VM സുധീരൻ നാടകീയമായി ഉമ്മൻചാണ്ടിയുടെ മുറിയിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ 3 പേരും അടച്ചിട്ട മുറിക്കുള്ളിൽ ചർച്ച നടത്തുകയാണ്. ഇത് ആദ്യമായാണ് ഇത്തരം ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിൽ ഇത്തരം ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡൽഹിയിൽ ഈ തർക്കം ആരംഭിച്ച മുതൽ ഇരു വിഭാഗവും പരസ്പരം കാണാൻ പോലും ശ്രമം ഉണ്ടായില്ല. പലപ്പോഴും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഹൈക്കമാൻഡ് നേതാക്കൾ ഇരുവരോടും ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതിന് തുനിഞ്ഞില്ല. ഇപ്പോൾ ഈ ഹൈക്കമാൻഡിന്റെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല AK ആന്റണി ഇരു നേതാക്കൾക്കും കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇരു നേതാക്കളും കേരള ഹൗസിൽ അടിയന്തരമായി ചർച്ച നടത്തുകയുമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ AICC സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തുക. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സോണിയാഗാന്ധിയുടെ ബസ്സിലേക്ക് മുഗൾ വാസ്നിക്ക് എത്തിയിട്ടുണ്ട്. മുഗൾ വാസ്നിക്ക് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. സന്തോഷ്, ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാകുമോ സോണിയാഗാന്ധി? അല്ലെങ്കിൽ പ്രജീഷ് ഇപ്പോൾ മുഗൾ വാസ്നിക്ക് കാണുകയാണ്. മുഗൾ വാസ്നിക്കിന്റെ ഫോൺ സംഭാഷണം കേൾക്കാം. There are some incorrect and baseless reports going on in some sections of the media regarding Shri TN Pratapan. I would like to make a clarification that Shri TN Pratapan never wrote a letter asking Congress Vice President Rahul Gandhi ji that he would like to contest the assembly elections from some other constituency. Like Shri Pratapan had earlier written a letter to the KPCC President Mr. VM Sudhiran, a similar letter he had sent to Congress Vice President Rahul Gandhi ji, informing him that he would like to withdraw from the contest as he has already been there for a substantial period of time in the assembly and would like to make way for younger people. But Congress Vice President, looking at the contributions made by Shri TN Pratapan, decided that Shri TN Pratapan should be contesting the elections, and rather he has made it absolutely clear that in the interest of the Congress party and in the interest of the state of Kerala, TN Pratapan should contest the elections, and therefore all these reports which are not based on any fact, I think that it should no more be carried, because this is absolutely not based on any fact. Can I clarify that why he is not contesting from his sitting constituency? Why he has failed his constituency? Say which Congress person should contest from which
particular constituency, this matter has to be decided entirely by the Central Election Committee in consultation with the state leadership, and who is going to contest from which constituency when we are going to release the list of Congress candidates, that will be very clear. Rest of the questions, we will talk about that later. भाई आज खत्म हो जाएगा ना, आज इतना तो बोल के जाओ, आज खत्म होगा। काफी परेशान हो गया सच में। हेलो യെസ് AICC ഇടുക്കി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പ്രധാനമായും ചർച്ചകൾ, മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അത് പൂർണ്ണമായും ശരിയല്ല. TN പ്രതാപൻ കത്തയച്ചു എന്ന വാർത്ത കൂടി നിഷേധിക്കുന്നു. ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ആരെങ്കിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അന്തിമമായി എടുക്കേണ്ടത് സെൻട്രൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി തന്നെയാണ്, ഹൈക്കമാൻഡ് തന്നെയാണെന്നും മുകുൾ വാസ്നിക് പറഞ്ഞു. ചർച്ച അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഇപ്പോൾ ദില്ലി കേരള ഹൗസിൽ കൂടിക്കാഴ്ചകൾ